മലയാളം ഇൻഫോ ചാനൽ ഇന്ന് സംസാരിക്കുന്നത് ശ്രീ CJ റോയിയെക്കുറിച്ചാണ്. മരിച്ചയാളെ വേട്ടയാടുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിക്ഷേപകരെ അദ്ദേഹം ചതിച്ചിട്ടില്ലെന്നും തെളിവ് സഹിതം കൊണ്ടുവന്നാൽ ഇരട്ടിയായി തിരിച്ചു നൽകാമെന്നും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD ശ്രീ TA ജോസഫ് ആദായ നികുതി വകുപ്പ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ചെയർമാനായ ഡോക്ടർ CJ റോയിയെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചില്ലെന്നും അഥവാ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ തന്നെ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ആളല്ല CJ റോയ് എന്നും ജോസഫ് കൂട്ടിച്ചേർത്തു. ബാംഗ്ലൂരിലെ പരിശോധനയിലും IT വകുപ്പ് വളരെ മാന്യമായ രീതിയോടെയാണ് പെരുമാറിയെന്നും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഭാവിയോർത്ത് ആർക്കും വേവലാതി വേണ്ടെന്നും കമ്പനിക്ക് ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടെന്നും ശ്രീ ജോസഫ് പറഞ്ഞു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ തങ്ങൾക്ക് ഇതേക്കുറിച്ചൊന്നും പറയാനില്ലെന്നും മരണത്തെക്കുറിച്ച് അന്വേഷണത്തിൽ ഇതൊക്കെ വ്യക്തമാകേണ്ട കാര്യങ്ങളാണെന്നും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയുന്നതിന് തങ്ങൾക്ക് വിലക്കുണ്ടെന്നും ശ്രീ ജോസഫ് വ്യക്തമാക്കി. ആദായ നികുതി വകുപ്പിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് റോയ് ആത്മഹത്യ ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞത് ഒട്ടും ശരിയായ കാര്യമല്ലെന്നും ജോസഫ് പറഞ്ഞു. റോയിയുടെ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കുറിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്നും എന്നാൽ സ്വന്തം കുടുംബത്തോട് പറയാനുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയ ചില പേജുകളാണ് കിട്ടിയെന്നും കുടുംബത്തിനുള്ള കത്തായത് കാരണം വായിച്ചു പോലും നോക്കാതെ അത് ലോക്കറിൽ വെച്ചു റോയിയുടെ കുടുംബം വിദേശത്ത് നിന്ന് വന്നപ്പോൾ ആ കത്ത് അവരെ ഏൽപ്പിച്ചെന്നും ജോസഫ് വ്യക്തമാക്കി. വിദേശത്തോ കേരളത്തിലോ ഉള്ള നിക്ഷേപകരോ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജോസഫ് പറഞ്ഞു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമോ ബിനാമി ഇടപാടുകളുള്ള ഒരു ഗ്രൂപ്പോ അല്ലെന്നും ജോസഫ് പറഞ്ഞു. ഫ്ലാറ്റുകൾ വിൽപ്പന നടത്തി പണം സ്വരൂപിച്ച് നിർമ്മാണം നടത്തുന്ന രീതിയാണ് ഗ്രൂപ്പ് തുടരുന്നതെന്നും ഈ മാസം 14-ന് കമ്പനി 2 പുതിയ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ മേഖലയുമായി കമ്പനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MD ശ്രീ ജോസഫ് വ്യക്തമാക്കി. ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.